നിങ്ങൾക്കറിയാം, എല്ലാ വർഷങ്ങളായി നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് ആണ് നമ്മുടെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എപ്പോഴും മുറകൊള്ളുന്ന ഒരു ഗ്രൂപ്പ് എന്നും നമ്മുടെ ഈ സാമൂഹ്യനീതി വകുപ്പിൽ ഞാൻ യഥാർത്ഥത്തിൽ കേരള ക്യൂർ പ്രൈഡ് ഫൗണ്ടർ മെമ്പറാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം 14 വർഷത്തോളമായിട്ട് നമ്മൾ കേരളത്തിൽ ക്യൂർ പ്രൈഡ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ജെൻഡർ സെക്ഷ്വാലിറ്റി സ്വത്വങ്ങളും നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. മുൻകാലങ്ങളിൽ നമ്മൾ 377 വകുപ്പിനെതിരെ നമ്മൾ പ്രതിഷേധം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പ്രൈഡ് വാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടേതായിട്ടുള്ള സ്വന്തം വിസിബിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രൈഡ് വാക്ക് നടത്തുന്നു. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ഈ വർഷത്തെ ക്യൂർ പ്രൈഡ് നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളോ ചർച്ചകളോ ഒന്നും എവിടെയും ആയിട്ടില്ല. എങ്കിൽ പോലും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ യുവസമിതി എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മ, അവർ ഒരു ഐക്യദാർഢ്യം എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ടി ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൽ വരാനും പങ്കെടുക്കാനും ഇതേപോലെ സംസാരിക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എല്ലാവിധ ആശംസകളും. അതിന് ആദ്യം തന്നെ ഹാപ്പി പ്രൈഡ് എല്ലാവർക്കും. കാലകാലമായിട്ട് നമ്മൾ അവകാശ സംരക്ഷണം നിലനിർത്തിക്കൊണ്ടിരുന്ന ഒരു ഭാഗം കൂടിയാണ് പ്രൈഡ് എന്ന് പറയുന്നത്. എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യരെ ചേർത്ത് നിർത്തി നമ്മൾ ഇവിടെ കമ്മ്യൂണിറ്റികളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും, ഇല്ലെങ്കിൽ നിലനിൽപ്പിനാണെങ്കിലും, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റിക്കൊണ്ടാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഈ പ്രൈഡിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉൾപ്പെടെ ആളുകൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പ്രൈഡ് എനിക്ക് തോന്നുന്നു 2014 മുതലാണ് എനിക്ക് തോന്നുന്നു തുടങ്ങിയത്. ഇപ്പം ഇത്ര വർഷമായി തുടർന്നിരിക്കുകയാണ്. ഇപ്പം ഇരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആദ്യം ഇവരാണ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അത് ഹാപ്പി പ്രൈഡ്. എൻ്റെ പേര് കൽപ്പന. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കുറേയേറെ പ്രൈഡുകൾ പങ്കെടുക്കുന്നു. ഏകദേശം കുറേയേറെ വർഷങ്ങളായിട്ട്. ആദ്യമായിട്ട് ഞാൻ പങ്കെടുത്തത് തൃശ്ശൂർ ജില്ലയിൽ